കൊമേഴ്സ് ഫോർ HSS യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒന്നാം വർഷ അക്കൗണ്ടൻസിയുടെ ഒന്നാം അധ്യായമായ ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്. ഈ ചാപ്റ്ററിനകത്ത് റോൾ ഓഫ് അക്കൗണ്ടിങ്, അക്കൗണ്ടിങ് ഡിസിപ്ലിൻസ്, അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്, ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റം, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് അക്കൗണ്ടിങ്, അതിൻ്റെ ഡെഫിനേഷൻ, അതിൻ്റെ ഫീച്ചേഴ്സ്, മീനിങ്, ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചത് അല്ലേ? അപ്പോൾ മഹേഷ് എന്ന് പറഞ്ഞാൽ എന്താണ് അക്കൗണ്ടിങ്? Accounting is the process of identifying, measuring, communicating the economic information to the decision by uses of such information. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു കഴിഞ്ഞു എന്താണ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു, അതിൻ്റെ ഫീച്ചേഴ്സ് അല്ലേ? ഓക്കെ, പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അക്കൗണ്ടിങ് ആസ് എ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു അക്കൗണ്ടിങ് is the art of recording, classifying, summarizing in a significant manner and in terms of money, transactions and events in which financial character and interpreting the results thereof. But accounting provide information to various users. So we can say that accounting is a source of information about the business. Accounting provide information about the business. ഇപ്പോൾ അക്കൗണ്ടിങ് എന്ത് ചെയ്യുന്നു? അക്കൗണ്ടിങ് ബിസിനസ്സിൻ്റെ ആവശ്യമല്ല, ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് അതിൻ്റെ ആവശ്യമായ ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. സോ ഇറ്റ് ഈസ് കോൾഡ് ആസ് എ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ. അപ്പോൾ വരുന്ന ഒന്നാമത്തെയാണ് അക്കൗണ്ടിങ് പ്രൊവൈഡ് ഇൻഫർമേഷൻ ഫോർ ഇക്കണോമിക് ഡിസിഷൻസ്. അതായത് ഒരു സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ആയി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് അക്കൗണ്ടിങ്ങിലൂടെയാണ്. അപ്പോൾ ഇതിനെ എന്താണ്, ഈ ഇൻഫർമേഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് പല തീരുമാനങ്ങളും എടുക്കുന്നത്. ഇപ്പോൾ മാനേജേഴ്സ് ആയാലും, അതുപോലെ തന്നെ ബാങ്ക്, അതുപോലെ തന്നെ ഗവൺമെൻറ്, അതുപോലെ മറ്റ് ഏജൻസികൾ പല തീരുമാനങ്ങളും എടുക്കുന്നത് ഓൺ ദ ബേസ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. സോ വി ക്യാൻ സേ അക്കൗണ്ടിങ് പ്രൊവൈഡ് ഇൻഫർമേഷൻ ഫോർ മേക്കിംഗ് ഇക്കണോമിക് ഡിസിഷൻസ്. അതായത് സാമ്പത്തികപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് ആവശ്യമായ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് അക്കൗണ്ടിങ്ങിലൂടെയാണ്. നെക്സ്റ്റ് രണ്ടാമത് നോക്കാം. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ദ പ്രിൻസിപ്പൽ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ. ദ മെയിൻ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ about the accounting is, about the business is financial statements. Each and every business organization has to prepare their financial statements. Financial statements include profit and loss account and balance sheet. അപ്പോൾ നമ്മൾ ഓരോ വർഷത്തിൻ്റെ അവസാനം എന്ത് ചെയ്യണം? ആ ബിസിനസ്സുമായി ബന്ധപ്പെടുന്ന ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് തയ്യാറാക്കും. ചില ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് തയ്യാറാക്കും. അപ്പോൾ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് മറ്റുള്ളവർക്ക് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആണ് അതിൻ്റെ എന്താണ് പ്രധാനപ്പെട്ട സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയാം. അപ്പോൾ വി ക്യാൻ സേ ദാറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ദ മെയിൻ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ. അപ്പോൾ മറ്റുള്ള ആളുകൾക്ക്, അതായത് ബിസിനസ്സിന് പുറമേയുള്ള ആളുകൾക്ക് ബിസിനസ്സിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ ലഭിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സ് എന്ന് പറഞ്ഞാൽ ആ ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് സാമ്പത്തിക പത്രികകൾ. അപ്പോൾ സാമ്പത്തിക പത്രികകൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും വരുന്നത് അല്ലെങ്കിൽ ധനകാര്യ പത്രികകൾ എന്ന് പറയും. സാമ്പത്തിക പത്രികകൾ അല്ലെങ്കിൽ ധനകാര്യ പത്രികകൾ എന്ന് പറയാം. അപ്പോൾ ധനകാര്യ പത്രികകൾ പ്രധാനമായിട്ടും വരുന്നത് ലാഭനഷ്ട കണക്കും അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റുമാണ്. അപ്പോൾ അത് ഓരോ വർഷത്തിൻ്റെ അവസാനം നമ്മൾ എന്ത് ചെയ്യും? ഈ ബാലൻസ് ഷീറ്റും അതുപോലെ തന്നെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടും തയ്യാറാക്കും. ഇതാണ് മറ്റുള്ളവർക്ക് നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയാം, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ദി മെയിൻ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ. അപ്പോൾ തേർഡ് വൺ ഈസ് അക്കൗണ്ടിങ് പ്രൊവൈഡ് ഇൻഫർമേഷൻ യൂസ്ഫുൾ ഫോർ ഇവാലുവേറ്റിംഗ് പൊട്ടൻഷ്യൽ ക്യാഷ് ഫ്ലോസ്. അതായത് ബിസിനസ്സിനകത്തേക്ക് വരുന്ന ക്യാഷും അതുപോലെ തന്നെ ബിസിനസ്സിന് പുറത്തേക്ക് പോകുന്ന ക്യാഷും ഇതിൻ്റെ പെർഫോമൻസ്. അപ്പോൾ നമ്മൾ ബിസിനസ്സിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത ക്യാഷ് ഫലപ്രദമായിട്ട് ഉപയോഗിച്ചിട്ടോ അത് ഫലപ്രദമായിട്ടാണോ അത് ഉപയോഗിക്കുന്നത്, ഇത് ഇവാലുവേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു ഉപാധി കൂടിയാണ് എന്ത്, അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. ഇപ്പോൾ നമ്മൾ ബാങ്ക്, അതുപോലെ ഫിനാൻഷ്യൽ സ്ഥാപനങ്ങൾ, അതുപോലെ ഓണേഴ്സ്, ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന, പണം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഉടമസ്ഥരുണ്ടാവും.
അപ്പോൾ ഇവർക്ക് ഇൻവെസ്റ്റ് ചെയ്ത പണം കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ടോ, അതിൻ്റെ പൊട്ടൻഷ്യൽ അളക്കാനുള്ള ഒരു ഉപാധി കൂടിയാണ് എന്ത് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. അപ്പോൾ നമ്മൾ അക്കൗണ്ടിങ് ഇൻഫർമേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ബിസിനസ്സിനെ കുറിച്ചുള്ള പെർഫോമൻസ് അറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് പറയുന്നത് അക്കൗണ്ടിങ് പ്രൊവൈഡ് ഇൻഫർമേഷൻ യൂസ്ഫുൾ ഫോർ ഇവാലുവേറ്റിംഗ് പൊട്ടൻഷ്യൽ ക്യാഷ് ഫ്ലോസ്. നെക്സ്റ്റ് ഫോർത്ത് വൺ ഈസ് പ്രൊവൈഡ് ഇൻഫർമേഷൻ ഫോർ ജഡ്ജിങ് മാനേജേഴ്സ് എബിലിറ്റി ടു യൂട്ടിലൈസ് റിസോഴ്സസ്. അപ്പോൾ നമ്മളൊരു ബിസിനസ്സിൻ്റെ മാനേജ്മെൻറ്റ് എഫിഷ്യൻസി, അവരുടെ കാര്യപ്രാപ്തി അല്ലെ അവരുടെ കാര്യക്ഷമത അളക്കുന്നതിനുള്ള ഒരു ഉപാധി കൂടിയാണ് എന്ത് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. അപ്പോൾ നമുക്കറിയാം, ഒരു നല്ല മാനേജ്മെൻ്റ് ആണെങ്കിൽ ദാറ്റ് ബിസിനസ് ക്യാൻ ഏൺ മോർ പ്രോഫിറ്റ്. ഇഫ് ദ മാനേജ്മെൻറ്റ് ഈസ് നോട്ട് എഫിഷ്യൻറ്റ് ദേ കനോട്ട് ഏൺ മോർ ഇൻകം. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അറിയാൻ പറ്റും, അല്ലെ അവരുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷനിലൂടെ മനസ്സിലാക്കാൻ പറ്റും. നല്ല ബിസിനസ്, നല്ല മാനേജ്മെൻ്റ് ആണെങ്കിൽ, നല്ല കാര്യക്ഷമതയുള്ള മാനേജ്മെൻ്റ് ആണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും, അല്ലെങ്കിൽ കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതുകൂടി നമുക്ക് എന്താ പറയുക, മാനേജ്മെൻറ്റ് എഫിഷ്യൻസി കൂടി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ അക്കൗണ്ടിങ് ഇൻഫർമേഷനിലൂടെ അറിയാൻ വേണ്ടി സാധിക്കും. നെക്സ്റ്റ് ഫിഫ്ത്ത് വൺ ഈസ് പ്രൊവൈഡ് ഫാക്ച്വൽ ആൻഡ് ഇൻറ്റർപ്രിറ്റേറ്റീവ് ഇൻഫർമേഷൻ ബൈ ഡിസ്ക്ലോസിങ് അണ്ടർലൈൻ അസംഷൻസ്. അത് നമ്മൾ ബിസിനസ്സിൽ അക്കൗണ്ടിങ് തയ്യാറാക്കുമ്പോൾ ചില അസംഷൻസ്, ചില അനുമാനങ്ങളുടെയും ചില ആശയങ്ങളുടെയും അടിസ്ഥാനത്താണ്. അപ്പോൾ നമ്മൾ ഈ ആശയങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് എന്താ പറ്റും, ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അനലൈസ് ചെയ്യാൻ പറ്റും, അല്ലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇൻറ്റർപ്രിറ്റ് ചെയ്യുക, അത് വിശകലനം ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ അക്കൗണ്ടിങ് അസംഷൻസ് അല്ലെ അക്കൗണ്ടിങ് അനുമാനങ്ങൾ അനുസരിച്ചാണോ അക്കൗണ്ടിങ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആക്ച്വലായിട്ടുള്ള ഫിഗേഴ്സ്, ഫാക്ടേഴ്സ് അതനുസരിച്ച് നമുക്ക് എന്താ പറ്റും, ആ ബിസിനസ്സിനെ കുറിച്ചുള്ള ഒരു അനാലിസിസ് നടത്താൻ വേണ്ടി സാധിക്കുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് പ്രൊവൈഡ് ഇൻഫർമേഷൻ ഓൺ ആക്ടിവിറ്റീസ് എഫക്റ്റിംഗ് ദ സൊസൈറ്റി. അത് ബിസിനസ്സിൻ്റെ ഇസ് എ പാർട്ട് ഓഫ് സൊസൈറ്റി. ബിസിനസ് എന്താണ്, സമൂഹത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ, അതായത് ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ സൊസൈറ്റിയുടെ എത്രമാത്രം ബാധിക്കുന്നു എന്നതിനെക്കുറിച്ച് നമുക്കൊരു ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. അപ്പോൾ ചില ബിസിനസ് സ്ഥാപനങ്ങൾ അവരുടെ ലാഭത്തിൻ്റെ ഒരു നിശ്ചിത ശതമാനം സമൂഹത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി മാറ്റിവെക്കാം. അപ്പോൾ അതൊക്കെ നമ്മളെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കും. അപ്പോൾ അവരുടെ എന്താണ് സമൂഹത്തോടുള്ള ബാധ്യത അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതുപോലത്തെ ചില ബിസിനസ് സ്ഥാപനങ്ങൾ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി സാധനങ്ങൾക്ക് മറ്റുള്ള സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അതൊക്കെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും, അവരുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷനിൽ അറിയാൻ പറ്റും. സോ അക്കൗണ്ടിങ് പ്രൊവൈഡ് ഇൻഫർമേഷൻ ഓൺ ആക്ടിവിറ്റീസ് എഫക്റ്റിംഗ് ദ സൊസൈറ്റി സമൂഹവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ആ ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉള്ള വിവരങ്ങൾ അക്കൗണ്ടിങ് ഇൻഫർമേഷനിലൂടെ ലഭിക്കുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ വരുന്നത് സബ് ഡിസിപ്ലിൻസ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ് നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ അതിൽ ഒന്നാമത് വരുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് മെയിൻലി ഡീൽസ് വിത്ത് റെക്കോർഡിംഗ് ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്, സിസ്റ്റമാറ്റിക് റെക്കോർഡിംഗ് ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്. അതായത് നമ്മളൊരു ബിസിനസ്സിനകത്ത് ചില പ്രവർത്തനങ്ങൾ നടന്നു കഴിഞ്ഞാൽ നടന്ന പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യുക, സിസ്റ്റമാറ്റിക്കായിട്ട് റെക്കോർഡ് ചെയ്യാന്നുള്ളതാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് മെയിൻലി എന്താണ്, ഇറ്റ് ഈസ് മെയിൻലി റിലേറ്റഡ് വിത്ത് പ്രിപ്പറേഷൻ ആൻഡ് പ്രസൻറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ്. അതായത് നമ്മൾ ഒരു ബിസിനസ്സിനകത്ത് എന്തൊക്കെ പ്രവൃത്തികളാണോ നടന്നു കഴിഞ്ഞത്, ആ നടന്നു കഴിഞ്ഞ പ്രവൃത്തികളാണ് എന്ത് ചെയ്യുന്നത്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലൂടെ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ദിവസം കുറേ സാധനങ്ങൾ വാങ്ങിക്കുന്നു. അപ്പോൾ ആ വാങ്ങിച്ച സാധനങ്ങളൊക്കെ നമ്മൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് എന്ത് ചെയ്യണം, അതിൻ്റെയൊക്കെ തുകയുടെ അതിൻ്റെ വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യണം, അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യും. അതുപോലെ നമ്മൾ ഓരോ ദിവസവും എന്ത് ചെയ്യണം, ദർ മേ ബി സെയിൽസ്, നമുക്ക് വിൽപ്പന ഉണ്ടാവും. അപ്പോൾ വിൽപ്പന എത്രമാത്രം വിൽപ്പന നടന്നു, ആ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്യണം. നമ്മൾ എന്തൊക്കെ പേയ്മെൻറ്റ്സ് നടത്തി, ഇപ്പം എംപ്ലോയീസിന് സാലറി കൊടുത്തിട്ടുണ്ടാവും അല്ലേ, അല്ലെങ്കിൽ റെൻറ്റ് കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ മറ്റ് ചിലവുകളുണ്ടാവും. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കഴിഞ്ഞ കാര്യങ്ങളാണ് കംപ്ലീറ്റ് ചെയ്ത് റെക്കോർഡ് ചെയ്യുന്നത്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ പ്രധാനമായിട്ട് നമ്മൾ ചെയ്യുന്നത് കഴിഞ്ഞു പോയ കാര്യങ്ങളാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞു പോയ കാര്യങ്ങളുടെ ഒരു റിപ്പോർട്ടാണ് നമ്മൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടായിട്ട് വർഷാവസാനം തയ്യാറാക്കുന്നത്. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു പാസ്റ്റ് ഡാറ്റ, കഴിഞ്ഞ ഡാറ്റ. ഇറ്റ് ഈസ് മെയിൻലി റിലേറ്റഡ് ടു പാസ്റ്റ് ഡാറ്റ. സോ ഇറ്റ് പ്രൊവൈഡ്സ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ, സാമ്പത്തികമായ ഇൻഫർമേഷനാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ധനകാര്യമായ റിപ്പോർട്ടുകൾ തയ്യാറാക്കാൻ വേണ്ടിയാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്
ഉപയോഗിക്കുന്നത്. അതായത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് ഇതാണ്, എന്തൊക്കെയാണ് കാര്യങ്ങൾ നടന്നു കഴിഞ്ഞത്, ആ ബിസിനസ്സിനൊക്കെ എന്തൊക്കെ സംഭവിച്ചു, ആ സംഭവിച്ച കാര്യങ്ങളാണ് അവിടെ റെക്കോർഡ് ചെയ്യുക. ഇനി അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇപ്പം ഓരോ ദിവസവും നമുക്ക് സെയിൽസ് ഉണ്ടാവും, അപ്പോൾ ചിലവുകൾ ഉണ്ടാവും, മറ്റ് എക്സ്പെൻസുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ കൃത്യമായി റെക്കോർഡ് ചെയ്യുന്നു. എന്നിട്ട് വർഷാവസാനം നമ്മൾ ചെയ്യുന്നു, ഈ വരുമാനവും ചിലവും തമ്മിൽ കമ്പയർ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് തയ്യാറാക്കുന്നു. അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാവും ലാഭമാണോ നഷ്ടമാണോ. അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഈസ് എ സിസ്റ്റമാറ്റിക് റെക്കോർഡിംഗ് ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്. സാമ്പത്തിക ഇടപാടുകളുടെ കൃത്യമായ രേഖപ്പെടുത്തലുകളാണ് ഇവിടെ നടക്കുന്നത്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നടക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു, ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ്, ധനകാര്യ റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നു. ഇത് പ്രധാനമായിട്ടും പാസ്റ്റ് ഡാറ്റ, കഴിഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ഇവിടെ റെക്കോർഡ് ചെയ്യുന്നത്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ ഈസ് കോസ്റ്റ് അക്കൗണ്ടിങ്. കോസ്റ്റ് അക്കൗണ്ടിങ് എന്നത് നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി പോകുന്നില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഫർണിച്ചർ മാനുഫാക്ചറിങ് കമ്പനി ആണെങ്കിൽ ഒരു ടേബിൾ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് എത്ര പൈസ ചിലവാകും, അപ്പോൾ നമ്മൾ അതിനെ അസെപ്റ്റ് ചെയ്യുക, അത് നമ്മൾ ആദ്യമേ കണ്ടുപിടിക്കണം. അപ്പോൾ അതിൻ്റെ മെറ്റീരിയൽ കോസ്റ്റ്, എത്ര മെറ്റീരിയൽ വേണം, എത്ര ലേബേഴ്സ് വേണ്ടി വരും, മറ്റ് ചിലവുകളൊക്കെ എന്തൊക്കെയാണ്, അപ്പോൾ ഇതൊക്കെ കൂടിയിട്ട് മൊത്തം എത്ര കോസ്റ്റ് വരും, എത്ര ചിലവുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് കോസ്റ്റ് അക്കൗണ്ടിങ്. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് ഇസ് മെയിൻലി അസർട്ടൈൻ ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ് ഓർ സർവീസ്. അപ്പോൾ സാധനങ്ങളുടെയോ സേവനങ്ങളുടെയോ കോസ്റ്റ്, അതിന് എത്ര തുക ചിലവാകും എന്ന് കണ്ടുപിടിക്കുന്ന ഒരു പ്രോസസ്സാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. ഇറ്റ് ഹെൽപ്സ് ഇൻ ഫിക്സേഷൻ ഓഫ് പ്രൈസസ് ഓഫ് പ്രൊഡക്ട്സ്. ഇപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കും, നമ്മളൊരു ടേബിൾ ഉണ്ടാക്കണമെങ്കിൽ നമുക്കിപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഒരു 25,000 രൂപ ചിലവാകുന്നിരിക്കാം. അപ്പോൾ നമ്മൾ അത്ര പൈസക്ക് വിൽക്കണം, അപ്പോൾ അതിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യണം അല്ലേ. അപ്പോൾ കോസ്റ്റിന് കൂടി 25,000 കൂടെ നമ്മുടെ ലാഭം കൂടി ചേർത്തിട്ട് വേണം വിൽക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ എത്ര ശതമാനം ലാഭം എടുക്കണം. ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ 20% ലാഭമാണെങ്കിൽ 25,000-ൻ്റെ 20%, 5,000 കൂടി 30,000 രൂപ നമ്മൾ അതിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യും. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് ഹെൽപ്സ് ഇൻ ദ ഫിക്സേഷൻ ഓഫ് പ്രൈസസ് ഓഫ് പ്രോഡക്ട്സ്. അതുപോലെ തന്നെ ഹെൽപ്സ് ഇൻ കോസ്റ്റ് കൺട്രോൾ. നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ കഴിഞ്ഞ വർഷം നമുക്ക് ഒരു ടേബിൾ ഉണ്ടാക്കി ഇത്ര പൈസ ചിലവായി, അപ്പോൾ ഈ വർഷം നമുക്ക് അതിൽ കൂടുതൽ വരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എവിടെയാണ് നമ്മുടെ കോസ്റ്റ് കൂടുന്നത്, അപ്പോൾ കോസ്റ്റ് എങ്ങനെ കുറക്കാൻ പറ്റും, അതൊക്കെ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് ഹെൽപ്സ് ഇൻ കോസ്റ്റ് കൺട്രോൾ. അപ്പോൾ നമ്മളിതിൻ്റെ കോസ്റ്റ് ചിലവ് കുറക്കാൻ വേണ്ടിയുള്ള ഒരു ടെക്നിക്കാണ്, അല്ലെങ്കിൽ ഒരു ഉപാധിയാണ് എന്താ പറയുക കോസ്റ്റ് അക്കൗണ്ടിങ്. ഇനി മൂന്നാമത് വരുന്നതാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് പ്രൊവൈഡ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ടു മാനേജേഴ്സ് ഫോർ ടേക്കിംഗ് ഡിസിഷൻസ്. മാനേജേഴ്സിന് തീരുമാനങ്ങൾ എടുക്കാൻ ആവശ്യമായ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് കൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ ഫ്രം കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ട്. ഇത് നമ്മൾ പ്രധാനമായിട്ടും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുമ്പം മാനേജേഴ്സിന് തീരുമാനങ്ങൾ എടുക്കാനും ആവശ്യമായ ഇൻഫർമേഷൻ കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അതിന് ചിലപ്പോൾ എന്ത് ചെയ്യാം, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലുള്ള ഇൻഫർമേഷൻ വേണ്ടി വരും. അതുപോലെ ചിലപ്പോൾ എന്ത് ചെയ്യാം, കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ഉള്ള ഇൻഫർമേഷൻ വേണ്ടി വരും. അപ്പോൾ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ്. ഹെൽപ്സ് ഇൻ ബഡ്ജറ്റിംഗ്, ബഡ്ജറ്റ് തയ്യാറാക്കുന്നതിനും അതുപോലെ പ്രൈസ് ഫിക്സിങ്, പ്രൈസ് തീരുമാനിക്കുന്നതിനും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ മീൻസ് expenditure incurred for making fixed assets വാങ്ങിക്കുന്നതിന്, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് പ്രധാനമായിട്ടും വരുന്നത് മാനേജേഴ്സിന് ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടി ഇൻഫർമേഷൻ കൊടുക്കുക എന്നുള്ളതാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ചിലപ്പോൾ എന്ത് ചെയ്യാം, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ ഉണ്ടാകാം, കോസ്റ്റ് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷനും ഉണ്ടായിരിക്കാം. അപ്പോൾ ഇത് മൂന്നാണ് 3 ഡിസിപ്ലിൻസ് ഓഫ് അക്കൗണ്ടിങ്. അപ്പോൾ അക്കൗണ്ടിങ്ങിന് പ്രധാനപ്പെട്ട 3 ഭാഗങ്ങളാണ്. ഒന്ന് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നമ്മൾ കഴിഞ്ഞ കാര്യങ്ങളാണ് റെക്കോർഡ് ചെയ്യുന്നത്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കാൻ പോകുന്ന ഉൽപ്പന്നത്തിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കും, അതിൻ്റെ കോസ്റ്റ് കൺട്രോൾ ചെയ്യുന്ന പ്രോസസ്സാണ്. മൂന്നാമത്തേത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആണ്. മാനേജ്മെൻറ്റിന് ആവശ്യമായ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന സിസ്റ്റത്തിനാണ് നമ്മൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. അപ്പോൾ അതിനകത്ത് ചിലപ്പോൾ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഉണ്ടാകാം, കോസ്റ്റ് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസും ഉണ്ടായിരിക്കാം. അടുത്തത് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ്റെ ക്വാളിറ്റേറ്റീവ് എന്തൊക്കെയോ സ്വഭാവങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ ഗുണങ്ങളാണ് ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ അതിന് ഒന്നാമതാണ് റിലയബിലിറ്റി. അപ്പോൾ റിലയബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, ഇപ്പോൾ നമ്മളിപ്പം അക്കൗണ്ടിങ്ങിന് ഇൻഫർമേഷനെ ബേസ് ചെയ്തുകൊണ്ട്
പല ആളുകളും പല രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടാവും അല്ലേ. നമ്മളിപ്പം മാനേജേഴ്സിന് തീരുമാനം എടുക്കേണ്ടി വരും, അതുപോലെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതുപോലെ ബാങ്കുകൾക്ക് തീരുമാനം എടുക്കേണ്ടി വരും, കസ്റ്റമേഴ്സിന് തീരുമാനം എടുക്കേണ്ടി വരും അല്ലേ. കസ്റ്റമേഴ്സ് സാധനം വാങ്ങിക്കണോ വാങ്ങിക്കേണ്ടയോ തീരുമാനിക്കണം. എന്താണ് അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ വിശ്വാസയോഗ്യമുള്ളതായിരിക്കണം. അക്കൗണ്ടിങ്ങിലൂടെ കൊടുക്കുന്ന ഇൻഫർമേഷൻ എന്തായിരിക്കണം? ഇറ്റ് മസ്റ്റ് ബി റിലയബിൾ. യൂസേഴ്സ് മസ്റ്റ് ബി ഏബിൾ ടു ഡിപ്പെൻഡ് ഓൺ ഇൻഫർമേഷൻ. നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷനെ അവർക്ക് ആശ്രയിക്കാൻ പറ്റുന്നതായിരിക്കണം. അതായത് ഇറ്റ് ഷുഡ് കൺവേ കറക്റ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദി ട്രാൻസാക്ഷൻസ്. അപ്പോൾ നമ്മൾ ബിസിനസ്സിനെ കുറിച്ചുള്ള ശരിക്കുള്ള വിവരം മാത്രമേ നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ പാടുള്ളൂ. ഇൻഫർമേഷൻ മസ്റ്റ് ബി ഫ്രീ ഫ്രം എറർ ആൻഡ് ബയാസ്. തെറ്റായ ഇൻഫർമേഷനും അല്ലെങ്കിൽ പക്ഷപാതപരമായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കാൻ പാടില്ല. എന്താ പക്ഷപാതമായിട്ടുള്ള ഇൻഫർമേഷൻ എന്നാൽ ഇപ്പോൾ നമ്മൾ കൂടുതൽ പൈസ കൂടുതൽ ലാഭം കാണിക്കുക, വെറുതെ ഇല്ലാതെ ലാഭം നമ്മൾ കൂട്ടി കാണിക്കുക. അപ്പോൾ അത് നമ്മൾ ഭാവിയിൽ എന്ത് ചെയ്യും? മോശമായി ബാധിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻസ് റിലയബിൾ ആയിരിക്കും, വിശ്വാസയോഗ്യമുള്ള ഇൻഫർമേഷൻ ആയിരിക്കണം കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ മറ്റുള്ളവർക്കും. ആരൊക്കെയാണോ യൂസേഴ്സ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. രണ്ടാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് റിലവൻറ്റ്. അത് നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ എന്തായിരിക്കണം? ഇറ്റ് മസ്റ്റ് ബി റിലവൻറ്റ് ആയിരിക്കണം. എന്താണ് റിലവൻറ്റ് എന്ന് പറഞ്ഞാൽ? ഒന്ന് നമുക്ക് സമയത്ത് കിട്ടണം. എപ്പോഴും നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ട് കാര്യമില്ല. ഇപ്പം നിങ്ങൾ +1 ചേരുന്ന സമയത്ത് നിങ്ങൾ ഏത് കോഴ്സ് എടുക്കണം അല്ലേ, ഏത് സ്കൂളിൽ ചേരണം. അപ്പോൾ ഈ കണ്ണൂർ ജില്ലയിലെ എല്ലാ സ്കൂളുകളെക്കുറിച്ചും ആ സ്കൂളിൻ്റെ കഴിഞ്ഞ കാലങ്ങളിലെ റിപ്പോർട്ടുകളെ കുറിച്ചും അവരുടെ റിസൾട്ടും അല്ലേ, അവരെന്തൊക്കെ കോഴ്സുകളാണുള്ളത്, ഇനി ഓരോ കോഴ്സിനകത്ത് എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, ഈ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് കൃത്യമായ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടുന്ന് ആ സമയത്ത് തീരുമാനിക്കാൻ പറ്റൂ. അപ്പോൾ നമ്മൾ +1 ചേർന്നതിന് ശേഷം നമുക്ക് ഈ ഇൻഫർമേഷൻ കിട്ടിയോണ്ട് കാര്യമുണ്ടോ? ഇല്ല അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇൻഫർമേഷൻ മസ്റ്റ് ബി അവൈലബിൾ ഇൻ ടൈം. നമുക്ക് ആവശ്യമായ സമയത്ത് എന്ത് ചെയ്യണം? ഇൻഫർമേഷൻ ലഭിക്കണം അല്ലേ. അതുപോലെ തന്നെയാണ് ബിസിനസ്സിനകത്തും നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ എന്തായിരിക്കണം? അവർക്ക് ആവശ്യമായ സമയത്ത് കിട്ടണം. അപ്പോൾ മാനേജേഴ്സിന് അതിൻ്റെ സമയത്ത് കൃത്യമായ ഇൻഫർമേഷൻ ലഭിക്കണം. ഇപ്പോൾ ഗവൺമെൻറ് അതിൻ്റെ എന്ത് ചെയ്യണം? ആവശ്യമായ ഇൻഫർമേഷൻസ് ലഭിക്കണം. ഇനി ഈ ഇൻഫർമേഷൻ റിലവൻ്റ് എന്ന് പറയുന്നത് എപ്പോഴാണ്? വെൻ ഇറ്റ് ഇൻഫ്ലുവൻസ് ദ ഡിസിഷൻസ് ഓഫ് യൂസേഴ്സ്. ഇത് ഉപയോഗിക്കുന്ന ആളുകളുടെ തീരുമാനത്തെ സ്വാധീനിക്കുന്ന രീതിയിലുള്ള ഇൻഫർമേഷൻ ആയിരുന്നു. അല്ലാതെ നമ്മൾ വെറുതെ ഒരു ഇൻഫർമേഷൻ കിട്ടിയോണ്ട് കാര്യമില്ല. നമ്മൾ തീരുമാനത്തെ സ്വാധീനിക്കാത്ത ഒരു ഇൻഫർമേഷൻ ആണെങ്കിൽ അതിനെ നമ്മൾ എന്താ പറയില്ല? അതിന് റിലവൻ്റ് ഉണ്ടെന്ന് പറയില്ല. മനസ്സിലല്ലേ? അപ്പോൾ ഇറ്റ് ഹെൽപ്സ് ടു പ്രിഡിക്റ്റിംഗ് ദ ഔട്ട്കംസ് ഓഫ് പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ. അപ്പോൾ നമ്മുടെ പ്രസൻറ്റ് ഇന്നത്തെ അവസ്ഥയും അതുപോലത്തെ ഭാവിയിലുള്ള ഔട്ട്കം വരാൻ സാധ്യതയുള്ള നമ്മുടെ റിസൾട്ടിനെയും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അത് സഹായിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ഭാവിയിൽ നമ്മുടെ പ്രവർത്തനത്തെ ബാധിക്കല്ലേ. അപ്പോൾ അങ്ങനെ ബാധിക്കുന്ന തീരുമാനങ്ങളെ സ്വാധീനിക്കുന്ന രീതിയിലുള്ള ഇൻഫർമേഷൻ ആയിരിക്കണം. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ ഒന്ന് ടൈമിലായിരിക്കണം, കറക്റ്റ് സമയത്ത് കൊടുക്കുക. എന്താണ് അവർക്ക് ഉപയോഗമുള്ളതായിരിക്കണം. വെറുതെ ആവശ്യമില്ലാത്ത ഇൻഫർമേഷൻ കൊടുത്തുകൊണ്ട് കാര്യമില്ല. അപ്പോൾ അത് റിലവൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് തേർഡ് വൺ, അണ്ടർസ്റ്റാൻഡബിലിറ്റി. നമ്മളൊരു ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് വായിക്കുന്ന ആൾക്ക് എന്താണ് മനസ്സിലാകണം. എങ്ങനെ മനസ്സിലാകണം? നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ മനസ്സിലാകണം. ഡിസിഷൻ മേക്കേഴ്സ് മസ്റ്റ് ഇന്റർപ്രറ്റ് ദ ഇൻഫർമേഷൻ ദ സെയിം സെൻസ് ആസ് ഇറ്റ് ഈസ് കൺവേഡ് ടു ദം. നമ്മൾ എന്താണോ ഉദ്ദേശിച്ചത് അത് തന്നെയാണ് അവർ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒന്ന് അവർ മനസ്സിലാക്കുന്ന വേറെ എന്താണെന്നതായിരിക്കും, അതിനെക്കൊണ്ട് കാര്യം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ ഇൻഫർമേഷനെ കുറിച്ച് നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അതേ രീതിയിൽ തന്നെ അവർക്കും അത് മനസ്സിലാവണം, അല്ലെങ്കിൽ അതേ രീതിയിൽ തന്നെ അവർ അത് ഇന്റർപ്രറ്റ് ചെയ്യണം, അത് വിശകലനം ചെയ്യണം. ഇപ്പോൾ മെസ്സേജ് ഈസ് സെഡ് ടു ബി കമ്മ്യൂണിക്കേറ്റഡ് എഫക്റ്റീവ്ലി വെൻ ഇറ്റ് ഈസ് ഇന്റർപ്രിറ്റഡ് ബൈ ദ റിസീവർ കറക്റ്റ്ലി. അപ്പോൾ നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത്, അതായത് നമ്മൾ കൊടുത്ത ഇൻഫർമേഷൻ അവരെ ശരിക്കും അത് വിശകലനം ചെയ്യണം, ശരിയായ രീതിയിൽ അവർ വിശകലനം ചെയ്യാൻ പറ്റണം. അപ്പോൾ നമ്മൾ കൺഫ്യൂഷനുള്ള ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും അവർക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഇൻഫർമേഷൻ ക്ലിയർ ആയിരിക്കണം, ക്ലിയർ ആൻഡ് അണ്ടർസ്റ്റാൻഡ്. ഇപ്പോൾ സിമ്പിൾ ആയിരിക്കണം, സ്പെസിഫിക് ആയിരിക്കണം, ക്ലിയർ ആയിരിക്കണം. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ വളരെ സിമ്പിളായിട്ട് കൊടുക്കുക, ആൾക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ വേണം പറയാം. ഇപ്പോൾ ഞാനിപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ ക്ലാസ്സിൽ പറയുമ്പോൾ ഞാൻ പറയുന്ന രീതിയിലെല്ലാം നിങ്ങൾ മനസ്സിലാക്കുന്നെങ്കിൽ എന്തായിരിക്കും? ഞാൻ പറയുന്നത് കൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് എന്താണ്, നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ എന്താണ് അവർക്ക് മനസ്സിലാകണം. അപ്പോൾ അണ്ടർസ്റ്റാൻഡബിലിറ്റി എന്താണ്? ഒരു മെസ്സേജ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ മെസ്സേജ് എന്ത് ചെയ്യണം? റിസീവ് ചെയ്യുന്ന ആളുകൾ ശരിയായ വിശകലനം ചെയ്യാൻ സാധിക്കണം. ഓക്കെ, നെക്സ്റ്റ് ഫോർത്ത് വൺ, കമ്പയറബിലിറ്റി. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്ഥാപനം
ഒരു സ്ഥാപനം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു അല്ല ലാഭകരമാണെന്ന് പറയുന്നത് എങ്ങനെയാണ്? ഒന്ന്, അവർ കഴിഞ്ഞ വർഷങ്ങളിലെ ലാഭം ഈ വർഷത്തെ ലാഭം നമ്മൾ കമ്പയർ ചെയ്യും അല്ലേ. കഴിഞ്ഞ വർഷത്തെ ലാഭം ഉണ്ടായി, ഈ വർഷത്തെ ലാഭം ഉണ്ടായി. ഇനി അതേപോലെ തന്നെ വേറെ ബിസിനസ് സ്ഥാപനങ്ങൾ, ഇപ്പം ഒരേ സ്വഭാവമുള്ള മറ്റ് ബിസിനസ് സ്ഥാപനങ്ങളുണ്ടോ, നമ്മൾ അതേപോലെ തന്നെ ബിസിനസ് ചെയ്യുന്ന വേറെ സ്ഥാപനങ്ങളുണ്ടോ. അപ്പോൾ അവരുടെ ബിസിനസ്സും നമ്മുടെ ബിസിനസ്സും തമ്മിൽ എന്ത് ചെയ്യും? കമ്പയർ ചെയ്യാൻ പറ്റണം. അപ്പോൾ അത് കമ്പയറബിലിറ്റി. ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് ആർ ഏബിൾ ടു കമ്പയർ വേരിയസ് ആസ്പെക്ട്സ് ഓഫ് ആൻഡ് ഓവർ ഡിഫറെൻറ്റ് പീരിയഡ്സ് ഓഫ് ടൈം ആൻഡ് അതർ എൻറ്റിറ്റീസ്. അതായത് നമ്മുടെ തന്നെ എന്താ പല കാലങ്ങളിലെ റിപ്പോർട്ടുകളും ഇപ്പോൾ കഴിഞ്ഞ പല വർഷങ്ങളിൽ ഉണ്ടാകുന്ന റിപ്പോർട്ടുകൾ തമ്മിൽ കമ്പയർ ചെയ്യാൻ സാധിക്കണം. അതുപോലെ നമ്മുടെ റിപ്പോർട്ട് എന്ത് ചെയ്യാം മറ്റ് സ്ഥാപനങ്ങളുടെ റിപ്പോർട്ടുമായിട്ടും കമ്പയർ ചെയ്യാൻ വേണ്ടി സാധിക്കണം. അപ്പോൾ അക്കൗണ്ടിങ് റിപ്പോർട്ട്സ് മസ്റ്റ് ബി യൂസ് കോമൺ പീരിയഡ് ആൻഡ് കോമൺ യൂണിറ്റ് ഓഫ് മെഷർ ആൻഡ് ഫോർമാറ്റ് ഫോർ റിപ്പോർട്ടിംഗ്. ഇതാണ് ശരി. അതായത് നമ്മളിപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഇൻഡസ്ട്രി എടുക്കുകയാണെങ്കിൽ, ഇപ്പം നമ്മളൊരു ടെലിഫോൺ ഇൻഡസ്ട്രി, ഇപ്പോൾ ടെലിഫോൺ ഇൻഡസ്ട്രി എടുക്കുമ്പോൾ പല കമ്പനികൾ അല്ലേ. ഇപ്പോൾ വോഡാഫോൺ, മറ്റേ ജിയോ ഉണ്ട്, BSNL ഉണ്ട്, അങ്ങനെ പല കമ്പനികളുണ്ട്. അപ്പോൾ ഈ കമ്പനികളുടെ തമ്മിൽ എന്ത് ചെയ്യണം? അവരുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ ഉപയോഗിക്കുന്ന പീരിയഡ്, അക്കൗണ്ടിങ് പീരിയഡ്, ഇപ്പോൾ April 1 മുതൽ March 31 വരെ അക്കൗണ്ടിങ് പീരിയഡ് എല്ലാ ആളുകളും ഒരേ പീരിയഡ് ഉപയോഗിക്കണം. പിന്നെ കോമൺ യൂണിറ്റ് ഓഫ് മെഷർ, അവരുപയോഗിക്കുന്ന യൂണിറ്റ് ഓഫ് മെഷർ. അതുപോലെ ഫോർമാറ്റ്, അവർ തയ്യാറാക്കുന്ന അക്കൗണ്ടിങ് റിപ്പോർട്ടിൻ്റെ ഫോർമാറ്റുകളും എന്തായിരിക്കും? കോമൺ ആയിരിക്കും. എന്നാൽ മാത്രമേ നമുക്ക് അവർ കമ്പയർ ചെയ്യാൻ പറ്റൂ. നമ്മൾ പല രീതിയിലുള്ള റിപ്പോർട്ടുകൾ തയ്യാറാക്കി കഴിഞ്ഞാൽ എന്താ പറ്റില്ല? ആ റിപ്പോർട്ടുകൾ തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതാണ് കമ്പാരബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കമ്പാരബിലിറ്റി വരണമെങ്കിൽ എന്ത് ചെയ്യണം? റിപ്പോർട്ട്സ് ഷുഡ് ബി പ്രിപ്പയർഡ് ഇൻ കോമൺ ഫോർമാറ്റ്, കോമൺ പീരിയഡ്. ഓക്കെ. അപ്പോൾ ദീസ് ആർ ദി ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. നെക്സ്റ്റ് ആണ് വാട്ട് ആർ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്. എന്തിനു വേണ്ടിയാണ് നമ്മൾ അക്കൗണ്ടിങ് തയ്യാറാക്കുന്നത്, അല്ലെ എന്തിനു വേണ്ടിയാണ് അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യുന്നത്, അല്ലെ അക്കൗണ്ടിങ് എന്തിനു വേണ്ടിയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഫസ്റ്റ് ക്ലാസ് പറഞ്ഞതാണ് നമ്മൾ ബിസിനസ്സിനകത്ത് ഒരുപാട് ട്രാൻസാക്ഷൻ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ എല്ലാ ട്രാൻസാക്ഷനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഓർത്ത് വെക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്കതിന് കൃത്യമായിട്ടുള്ള റെക്കോർഡുകൾ, രേഖകൾ ആവശ്യമാണ്. ഇപ്പം നമ്മൾ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടക്കണം. അപ്പോൾ ടാക്സ് അടക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഗവൺമെൻറ്റിന് കൃത്യമായ കണക്ക് വേണം അല്ലേ. എത്ര നമുക്ക് ചിലവുണ്ടായി, അല്ലെങ്കിൽ എത്ര വരവുണ്ടായി, കൃത്യമായ കണക്ക് നമുക്ക് കാണിക്കാൻ വേണ്ടി സാധിക്കണം. അപ്പോൾ നമുക്ക് അതിനൊക്കെ എന്ത് വേണം? തെളിവുകൾ വേണം. അപ്പോൾ തെളിവുകൾ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെയൊക്കെ രേഖകൾ സൂക്ഷിച്ച് വെക്കണം. അപ്പോൾ അത് ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്സ് ആണ് മെയിൻ്റെനൻസ് ഓഫ് റെക്കോർഡ്സ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ്. അപ്പോൾ മെയിൻറ്റെയിൻ സിസ്റ്റമാറ്റിക് റെക്കോർഡ് ഓഫ് ഓൾ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഓഫ് എ ബിസിനസ്. അപ്പോൾ അക്കൗണ്ടിങ്ങിൽ നമുക്ക് എന്താ പറ്റും? ബിസിനസ്സിൻ്റെ എല്ലാ സാമ്പത്തിക ഇടപാടുകളെയും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള റെക്കോർഡുകൾ സൂക്ഷിക്കാൻ വേണ്ടി സാധിക്കും. ഇൻഫർമേഷൻസ് എന്താണ്? എവിഡൻസ് ആണ്, നമ്മൾ തെളിവുകളാണ്. അത് നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും. പിന്നീട് എപ്പോഴെങ്കിലും നമ്മൾ രേഖകൾ പരിശോധിക്കും. അപ്പോൾ നമ്മൾ അക്കൗണ്ടുകളൊക്കെ നമ്മൾ ഓഡിറ്റ് ചെയ്യും അല്ലേ. ഇപ്പോൾ ഗവൺമെൻറ് ഓഡിറ്റ് ഉണ്ടാകാം, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഞാൻ പറഞ്ഞു, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഓഡിറ്റ് ചെയ്യും. അപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഓഡിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ട്രാൻസാക്ഷനും നമുക്കതിന് കൃത്യമായ തെളിവുകൾ വേണം. അപ്പോൾ നമ്മൾ സാധനം വാങ്ങിച്ചു, അപ്പോൾ സാധനം വാങ്ങിയാൽ നമുക്ക് അതിൻ്റെ ബില്ലുകളുണ്ടാവും. അപ്പോൾ ബില്ലുകൾക്ക് നമ്മൾ എന്താ കൃത്യമായി സൂക്ഷിക്കണം. അപ്പോൾ അതുപോലെ നമ്മൾ സാധനം വിൽക്കുമ്പോൾ നമ്മൾ ബില്ല് കൊടുക്കും അല്ലേ. അപ്പോൾ ബില്ല് കൊടുക്കുന്ന ബില്ലിൻ്റെ എന്താ ഒരു കോപ്പി നമ്മൾ സൂക്ഷിക്കണം. അപ്പോൾ ഇതിന് എല്ലാ രേഖകളും എന്താണ്? എല്ലാത്തിനും റെക്കോർഡുകൾ കൃത്യമായിട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ബിസിനസ്സിനെ കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും ഇൻഫർമേഷൻസ് ആവശ്യമുണ്ടെങ്കിൽ പരിശോധിക്കണമെങ്കിൽ അതിന് എല്ലാത്തിനും എന്താണ്? കൃത്യമായ എവിഡൻസ്, തെളിവുകൾ സൂക്ഷിക്കുക എന്നുള്ളതാണ് മെയിൻ്റെനൻസ് ഓഫ് റെക്കോർഡ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത് വരുന്നത്, നമ്മളിപ്പോൾ ഒരു ബിസിനസ് നടത്തി കഴിഞ്ഞാൽ അല്ലെ ബിസിനസ് സ്ഥാപനത്തിനകത്ത് നമുക്ക് ഒരു അക്കൗണ്ടിങ് പീരീഡിൻ്റെ അവസാനം നമുക്ക് എന്ത് ചെയ്യണം? വി വാണ്ട് ടു നോ വെദർ ഇറ്റ് ഈസ് പ്രോഫിറ്റ് ഓർ ലോസ്. നമ്മുടെ റിസൾട്ട് എന്താണ്? നമ്മൾ ഒരു വർഷം ബിസിനസ് ചെയ്തു. അപ്പോൾ ഒരു വർഷം ബിസിനസ് ചെയ്തതിന് ശേഷം നമുക്കറിയാം നമ്മുടെ ബിസിനസ്സിൻ്റെ റിസൾട്ട് എന്തായി, ലാഭമാണോ നഷ്ടമാണോ. അപ്പോൾ കണ്ടുപിടിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളത് എല്ലാ റെക്കോർഡുകളും അല്ലെങ്കിൽ എന്ത് ചെയ്യണം? എല്ലാ ചിലവുകളും വരവുകളും കൃത്യമായി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റൂ അല്ലേ. അല്ലാതെ നമുക്കിതെല്ലാം ഓർത്ത് വെക്കാൻ പറ്റില്ല അല്ലെ. ബിസിനസ്മാന് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ കാര്യങ്ങളൊന്നും മുഴുവനായിട്ട് ഓർത്ത് വെക്കാൻ പറ്റില്ല അല്ലേ. മനസ്സിന്ന് ഓർമ്മിച്ചുകൊണ്ട് ഇത് ഓരോ ദിവസത്തെ സെയിൽസും ചിലവുകളൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, അയാൾക്ക് ഓർത്ത് വെക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇതെല്ലാം കോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു വർഷത്തിൻ്റെ അവസാനം എല്ലാ കണക്കുകളും എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ലാഭമാണോ നഷ്ടമാണോ എന്ന് അറിയാൻ പറ്റും അല്ലേ. അപ്പോൾ അസർട്ടൈൻഡ് പ്രോഫിറ്റ് ഏൺഡ് ഓർ ലോസ് സസ്റ്റൈൻഡ് ഇൻ ദി ബിസിനസ് ഡ്യൂറിങ് എൻ അക്കൗണ്ടിങ് പീരിയഡ്. അപ്പോൾ നമ്മൾ അക്കൗണ്ടിങ് പീരിയഡിനകത്ത് ഉണ്ടാകുന്ന ലാഭവും നഷ്ടവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അറിയാൻ വേണ്ടി സാധിക്കും.
prepare profit and loss account by recording income and expenditure during the accounting period. ഒരു അക്കൗണ്ടിങ് പീരീഡിൽ ഉണ്ടാകുന്ന എല്ലാ ചെലവുകളും വരവുകളും രേഖപ്പെടുത്തുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലാഭനഷ്ട കണക്ക് തയ്യാറാക്കാൻ പറ്റും. പ്രോഫിറ്റ് ഈസ് ദ എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ. ഇപ്പോൾ വരുമാനം കൂടുതലും ചിലവ് കുറവാണെങ്കിൽ നമ്മളതിനെ പ്രോഫിറ്റ് എന്ന് പറയും. ലോസ് ഈസ് ദ എക്സസ് ഓഫ് എക്സ്പെൻഡിച്ചർ ഓവർ റവന്യൂ ഓർ ഇൻകം. അപ്പോൾ നമ്മൾ വരുമാനം കുറവും ചിലവ് കൂടുകയാണെങ്കിൽ, അത് ചിലവ് കൂടുതലും വരുമാനം കുറവാണെങ്കിൽ നമ്മൾ അതിന് ലോസ് എന്ന് പറയും. അപ്പോൾ നമ്മൾ ഇത് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായ എല്ലാ കാര്യങ്ങളും കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കണം. സോ ദ സെക്കൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് ഈസ് ഇറ്റ് ഹെൽപ്സ് ടു കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. പ്രോഫിറ്റ് ലോസ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി സഹായിക്കുന്നതാണ് മറ്റൊരു ഒബ്ജക്റ്റീവ്. ദെൻ തേർഡ് വൺ ഈസ് ഡിപ്പിക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ. അത് നമ്മളൊരു ബിസിനസ്സിൻ്റെ സാമ്പത്തിക നില എന്താണ് അറിയണം. അപ്പോൾ നല്ല ആസ്തികളുണ്ടോ, എത്രമാത്രം ബാധ്യതകളുണ്ട്, ഇത്രയും കാര്യങ്ങൾ അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ ആസ്തികളും ബാധ്യതകളും നമ്മൾ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കണം. അക്കൗണ്ടിങ് ascertain financial position in the form of assets and liabilities at the end of the accounting period. അപ്പോൾ ഒരു വർഷത്തിൻ്റെ അവസാനം നമുക്ക് എത്രമാത്രം ആസ്തികളുണ്ട്. അപ്പോൾ നമുക്ക് ആസ്തികൾ, നമ്മൾ പ്രധാനപ്പെട്ട ആസ്തികൾ എന്തൊക്കെയാണ്? ബിൽഡിംഗ് ഉണ്ടാവും, ലാൻഡ് ഉണ്ടാവും, മെഷീനറി ഉണ്ടാവും, ഫർണിച്ചർ ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ ആസ്തികൾ എന്ന് പറയാം. ബാധ്യതകളിപ്പോൾ നമ്മൾ ചിലപ്പോൾ ബാങ്കിൽ ലോൺ എടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ മറ്റു കടങ്ങൾ എടുത്തിട്ടുണ്ടാവും, കുറേ സാധനം കടമായി വാങ്ങിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ പൈസ മുഴുവൻ കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ കൊടുക്കാനുള്ള പൈസകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? ലയബിലിറ്റീസ് എന്ന് പറയാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ബാലൻസ് ഷീറ്റ്. ഇപ്പോൾ ബാലൻസ് ഷീറ്റ് ഈസ് പ്രിപ്പയർ. ഇപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെൻറ്റാണ് പ്രധാനമായിട്ടും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ലാഭം നഷ്ടം കണ്ടിരിക്കാം. രണ്ടാമത് പ്രിപ്പയർ ചെയ്യുന്ന ബാലൻസ് ഷീറ്റാണ്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ടു ഷോ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി ബിസിനസ്. നെക്സ്റ്റ് വരുന്നത് നാലാമത്തെ ഒബ്ജക്റ്റീവ്സ്, പ്രൊവൈഡിങ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ടു ഇറ്റ്സ് യൂസേഴ്സ്. അപ്പോൾ ആവശ്യമായ ആളുകൾക്ക് എന്ത് ചെയ്യണം? ആവശ്യമായ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതും അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ലക്ഷ്യമാണ്. ഒബ്ജക്റ്റീവ്സ് അക്കൗണ്ടിങ് പ്രൊവൈഡ് ഇൻഫർമേഷൻ ടു ഇറ്റ്സ് യൂസേഴ്സ്. ഇപ്പോൾ ദർ ആർ ഡിഫറെൻറ്റ് യൂസേഴ്സ്. അക്കൗണ്ടിങ്ങിന് അല്ലെങ്കിൽ ബിസിനസ്സുമായി ബന്ധപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ടാവും. ഇപ്പോൾ ഗവൺമെൻറ് എംപ്ലോയീസ് ഉണ്ടാവും, മാനേജേഴ്സ് ഉണ്ട്, കസ്റ്റമേഴ്സ് ഉണ്ട്, സപ്ലയേഴ്സ് ഉണ്ട്, ഇങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഇവർക്ക് എന്ത് ചെയ്യണം? അക്കൗണ്ടിങ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് അറിയണം, വിവരങ്ങൾ അറിയണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഇൻഫർമേഷൻ generated in the form of reports, statements, charts and graphs are communicated to the users for taking decisions. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ആളുകൾക്കും എന്ത് ചെയ്യണം? ഓരോ സമയത്ത് തീരുമാനങ്ങൾ എടുക്കണം. ഇപ്പോൾ മാനേജേഴ്സിന് തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും, എംപ്ലോയീസിന് ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും, കസ്റ്റമേഴ്സിന് തീരുമാനം എടുക്കേണ്ടി വരും, ബാങ്ക് അല്ലെ ഫിനാൻഷ്യൽ സ്ഥാപനങ്ങൾ, ഗവൺമെൻറ്, ഇത്തരം ആളുകൾക്കൊക്കെ എന്ത് ചെയ്യണം? ബിസിനസ്സായി ബന്ധപ്പെടുന്ന പല തീരുമാനങ്ങളും പല സമയത്തായിട്ട് എടുക്കേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്യണം? അവർക്ക് ആവശ്യമായ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യണം. അത് ചിലപ്പോൾ റിപ്പോർട്ടുകളായിട്ട് കൊടുക്കാം, ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ട് കൊടുക്കാം, ചിലപ്പോൾ ചാർട്ടായിട്ട് കൊടുക്കാം, ചിലപ്പോൾ ഗ്രാഫായിട്ട് കൊടുക്കാം. ഇതൊക്കെ അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ് മറ്റൊരു ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്. പ്രധാനമായിട്ടും 4 ഒബ്ജക്റ്റീവ്സാണ് പറഞ്ഞത്. ഒന്ന് മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്സ് ഓഫ് ബിസിനസ്സിൻ്റെ രേഖകൾ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്. രണ്ടാമത്തെ കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്, ബിസിനസ്സിൻ്റെ ലാഭനഷ്ടം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ലക്ഷ്യം. മൂന്നാമത്തെ ഡെബിക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ, സാമ്പത്തിക സ്ഥിതി അറിയിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ ലക്ഷ്യം. നാലാമത്തെ പ്രൊവൈഡ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ടു ഇറ്റ്സ് യൂസേഴ്സ്, അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആവശ്യമായ ആളുകൾക്ക് നൽകുക എന്നുള്ളതാണ് നാലാമത്തെ ഒബ്ജക്റ്റീവ്സ്. ദീസ് ആർ ദ മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്. അപ്പോൾ യൂസേഴ്സിന് നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, പല ഗ്രൂപ്പായി, ഇന്റേണൽ യൂസേഴ്സ് ആൻഡ് എക്സ്റ്റേണൽ യൂസേഴ്സ്. നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞാണ്. അപ്പോൾ നമ്മൾ ഓരോരാൾക്കും ആവശ്യമായ ഇൻഫർമേഷൻ എന്താണ്? അപ്പോൾ ഒന്നാമത്തെ ഇൻവെസ്റ്റേഴ്സിന് എന്താണ് അറിയേണ്ടത്? ഇൻവെസ്റ്റേഴ്സിന് എങ്ങനെയുള്ള ഇൻഫർമേഷനാണ് ആവശ്യം? ഇൻഫർമേഷൻ ഓൺ ദി റിസ്ക്സ് ആൻഡ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ നമ്മളിപ്പോൾ ഒന്ന് ബിസിനസ്മാൻ പൈസ ഇൻവെസ്റ്റ് ചെയ്യണം അല്ലേ? ബിസിനസ്സിൻ്റെ ഉടമസ്ഥൻ പൈസ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത് അയാൾക്ക് എന്ത് ചെയ്യണം? അയാൾക്ക് എന്തൊക്കെ റിസ്ക് ആണ് ഉള്ളത്? അയാൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസക്ക് എത്ര റിട്ടേൺസ് തിരിച്ചു കിട്ടും? അയാൾക്ക് കിട്ടുന്ന വരുമാനം എന്താണ്? അപ്പോൾ ഈ പൈസ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അയാൾക്ക് എന്ത് നേട്ടമാണ് ലഭിച്ചത്? അത് അറിയാനുള്ള അർഹത ആയിരിക്കുന്നുണ്ട് ഇൻവെസ്റ്റേഴ്സിന് ഉണ്ട്, അല്ല അറിയാനുള്ള അധികാരം ഇൻവെസ്റ്റേഴ്സിനുണ്ട്. രണ്ടാമത് വരുന്നത് യൂണിയൻ ആൻഡ് എംപ്ലോയീസ്. ഇപ്പോൾ എംപ്ലോയീസ് എന്ന് നമ്മൾ പറഞ്ഞാൽ എംപ്ലോയീസ് ആണ് എന്താണ്? ഒരു ബിസിനസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റിസോഴ്സ് അല്ലേ? പ്രധാനപ്പെട്ട റിസോഴ്സ് നമ്മൾ 3 റിസോഴ്സാണ് പ്രധാനപ്പെട്ട: ഫിനാൻഷ്യൽ, ഫിസിക്കൽ ആൻഡ് ഹ്യൂമൻ റിസോഴ്സ്.
അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റിസോഴ്സ് ഹ്യൂമൻ റിസോഴ്സാണ്. ഹ്യൂമൻ റിസോഴ്സിൻ്റെ എഫേർട്ട് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, മറ്റ് ഫിസിക്കൽ റിസോഴ്സും ഫിനാൻഷ്യൽ റിസോഴ്സും ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ്സിന് എന്താണ് ലാഭം ഉണ്ടാക്കുന്നത്. അപ്പോൾ ദേ മസ്റ്റ് നോ അബൌട്ട് ദ സ്റ്റെബിലിറ്റി, അതായത് അവരുടെ ജോലി സ്ഥിരത, പ്രോഫിറ്റബിലിറ്റി അല്ലെ, ലാഭം ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് എന്ത് കിട്ടും, ഭാവിയിൽ ശമ്പളം ലഭിക്കൂ അല്ലെ, അല്ലെങ്കിൽ എന്ത് കിട്ടും, കൂലി ലഭിക്കൂ. ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് വിതിൻ, അപ്പോൾ അവരുടെ എന്താണ് വെൽത്ത്, സാമ്പത്തിക ഉണ്ടാകുന്ന ലാഭം അവർക്ക് എത്രമാത്രം കിട്ടും, കാര്യങ്ങൾ അറിയാനുള്ള അവകാശം ആയിരിക്കുന്നത് എംപ്ലോയീസിനും അതുപോലെ അവരുടെ യൂണിയനും ഉണ്ട്. അപ്പോൾ നമ്മൾ പറയുന്നത് ബിസിനസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റിസോഴ്സ് ഹ്യൂമൻ റിസോഴ്സാണ്. അപ്പോൾ അവരുടെ പ്രവർത്തനത്തിൻ്റെ അവരുടെ അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് എന്തെന്ന് ബിസിനസ്സിന് ലാഭം ഉണ്ടാകുന്നത്. അപ്പോൾ അവരുടെ തൊഴിൽ സാധ്യതകൾ, അത് തൊഴിൽ സ്ഥിരത, അതുപോലെ ലാഭം, എത്രമാത്രം ലാഭമുണ്ട്, അതിൽ എത്രമാത്രം അവർക്ക് ലഭിക്കും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് അറിയാനുള്ള അവകാശമുണ്ട്. തേർഡ് വൺ, ലെൻഡേഴ്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ലെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ ലെൻഡേഴ്സ് മീൻസ് ഹു ലെൻഡ് മണി. ആരാണ് ബിസിനസ് കടം കൊടുക്കുന്നത് അവരെ നമ്മൾ എന്ത് ചെയ്യുക, ലെൻഡേഴ്സ് എന്ന് പറയാം. അല്ല ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, സാമ്പത്തിക സ്ഥാപനം, ബാങ്ക് അതുപോലുള്ള സ്ഥാപനങ്ങളുണ്ടാവും. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യണം, ഇൻഫർമേഷൻ ഓൺ ക്രെഡിറ്റ് വർത്ത്നെസ്. അത് നമ്മളൊരു ഒരാൾക്ക് ക്രെഡിറ്റ് വർത്ത്നെസ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ കടം തിരിച്ചടക്കാനുള്ള കഴിവ്. അപ്പോൾ നമ്മളൊരു സ്ഥാപനം നമ്മൾ ലോൺ എടുത്തു, നമുക്ക് എത്രമാത്രം തിരിച്ചടക്കാനുള്ള കഴിവുണ്ട്. ഒരു കമ്പനിയാണെങ്കിൽ അതുപോലെ മറ്റ് സ്ഥാപനങ്ങൾക്കും എന്ത് ചെയ്യണം, എബിലിറ്റി ടു റീപേ ദ ലോൺസ്, നമ്മളെടുത്ത ലോൺ തിരിച്ചടക്കാനുള്ള കഴിവിനെ നമ്മൾ ക്രെഡിറ്റ് വർത്ത്നെസ് എന്ന് പറയും. അപ്പോൾ അത് ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കാനുള്ള അധികാരമായിട്ടുണ്ട് ലെൻഡേഴ്സ്. എന്നാലും മാത്രമേ അവരെന്തെങ്കിലും നമ്മുടെ ക്രെഡിറ്റ് വർത്ത്നെസ് നോക്കിയിട്ടാണ് എന്ത് ചെയ്യുക, ബാങ്കുകൾ അതുപോലെ ഫിനാൻഷ്യൽ സ്ഥാപനങ്ങൾ നമുക്ക് ലോൺ തരും. ഇപ്പം നമ്മൾ ബാങ്കിൽ പോയിട്ട് ലോൺ എടുക്കുമ്പോൾ ബാങ്ക് ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്തൊക്കെയാണ് വരുമാനം ഉള്ളത്, നിങ്ങൾക്ക് എത്ര വരുമാനമുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ലോൺ അവർ തരുന്നത്. അല്ലാതെ വെറുതെ നമുക്ക് പോയപാട് ലോൺ എടുത്ത് തരില്ല. അപ്പോൾ അതാണ് പറയുന്നത്, ലെൻഡേഴ്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് റിക്വയർ ഇൻഫർമേഷൻ ഓൺ ക്രെഡിറ്റ് വർത്ത്നെസ് ഓഫ് കമ്പനി ആൻഡ് ഇറ്റ്സ് എബിലിറ്റി ടു റീപേ ലോൺസ്. ഇപ്പോൾ കമ്പനിയുടെ ക്രെഡിറ്റ് വർത്ത്നെസ്സും അതുപോലെ തന്നെ അവരുടെ ലോൺ തിരിച്ചെടുക്കാനുള്ള കഴിവിനെയും അവർ പരിശോധിക്കപ്പെടും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് അവർക്ക് ആവശ്യമാണ്. നെക്സ്റ്റ് വരുന്നത് സപ്ലയേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ്. സപ്ലയേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധനം സപ്ലൈ ചെയ്യുന്ന ആളുകളാണ്. അതുപോലെ നമ്മൾ കടമായിട്ട് സാധനം വാങ്ങിക്കുകയാണെങ്കിൽ അപ്പോൾ അവർക്കും എന്ത് ചെയ്യണം, അവർക്ക് നമ്മളിപ്പോൾ കടം സാധനം വാങ്ങിച്ച് അവർ നമുക്കൊരു കടത്തിന് ഒരു സമയം തരും, സമയപരിധി ഉണ്ടാവും. ഇപ്പോൾ ചിലപ്പോൾ 2 മാസം അല്ലെങ്കിൽ 3 മാസം. അപ്പോൾ ആ സമയത്തിനുള്ളിൽ നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ, അപ്പോൾ നമ്മുടെ എന്താണ് സാമ്പത്തിക സ്ഥിതി എന്താണ്, നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണ്, കൃത്യമായി നമുക്ക് ലാഭമുണ്ടോ, ഇതൊക്കെ അവർ പരിശോധിച്ച് മാത്രമേ നമ്മൾ അവരെന്ത് ചെയ്യും, നമുക്ക് സാധനം കടമായി തരുള്ളൂ അല്ലേ. നമ്മളെപ്പറ്റി നല്ല അതിനെപ്പറ്റി ശരിക്കും മനസ്സിലാക്കിയിട്ടാണ് അവരെന്ത് ചെയ്യുക, നമുക്ക് കടം തരുന്നത്. അപ്പോൾ അതും സപ്ലയേഴ്സിന് എന്ത് ചെയ്യണം, നമ്മുടെ ലാഭത്തെക്കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ ഫിനാൻഷ്യൽ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചും അറിയാനുള്ള അവകാശം ഉണ്ട്. അപ്പോൾ മറ്റൊരു പിന്നെ യൂസേഴ്സാണ് സപ്ലയേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ്. നെക്സ്റ്റ് വരുന്നത് കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിനും എന്ത് ചെയ്യണം, അറിയണം. കാരണം കസ്റ്റമേഴ്സാണ് എന്ത് ചെയ്യുക, നമ്മുടെ മെയിൻ എന്താണ് കിങ് അല്ലേ. കസ്റ്റമേഴ്സ് സാധനം വാങ്ങിച്ചാലും മാത്രമേ നമുക്ക് കാര്യമുള്ളൂ. നമ്മൾ കുറേ സാധനം ഉൽപ്പാദിപ്പിച്ച് വെച്ചോണ്ട് കാര്യമുണ്ടോ, ഇല്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, കസ്റ്റമേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം, സാധനം വാങ്ങിക്കണം അല്ലേ. ഇപ്പോൾ കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യണം, കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് പ്രൊഡക്ട്സ്. നമുക്ക് എന്ത് ചെയ്യണം, കസ്റ്റമേഴ്സിന് സമയത്ത് സാധനങ്ങൾ ലഭിക്കണം, അതിൻ്റെ പാർട്സ് ആൻഡ് ആഫ്റ്റർ സെയിൽ സർവീസ്. ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ കാറ്, വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, TV ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മളതിൻ്റെ ആഫ്റ്റർ സെയിൽ സർവീസ് കൂടി നോക്കും അല്ലേ. നമുക്ക് അതിന് ആവശ്യമായ സർവീസ് നമുക്ക് അടുത്ത് കിട്ടുമോ, എന്നാലും മാത്രം നമ്മൾ ആ സാധനം വാങ്ങിക്കാൻ തയ്യാറോ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും റിപ്പയർ ചെയ്തിട്ട് നമ്മൾ കുറേ ദൂരം കൊണ്ടുപോകണം, അല്ലെ കുറേ സമയങ്ങൾ എടുക്കും അല്ലേ, ആൾക്കാർ വരഞ്ഞു വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ നമ്മൾ എന്ത് ചെയ്യും, കൃത്യമായി അന്വേഷിച്ചിട്ട് മാത്രമേ എടുക്കൂ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് കസ്റ്റമേഴ്സിന് ആവശ്യമാണ്. അതുപോലെ കണ്ടിന്യൂഡ് സപ്ലൈ, കൃത്യമായിട്ടുള്ള സപ്ലൈ ഉണ്ടോ, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കാനുള്ള അവകാശം കസ്റ്റമേഴ്സിന്. അപ്പോൾ കസ്റ്റമേഴ്സിന് അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് ലഭിക്കണം. പിന്നെ ഗവൺമെൻറ് ആൻഡ് അതർ റെഗുലേറ്റേഴ്സ്. ഗവൺമെൻറ് ആൻഡ് അതർ റെഗുലേറ്റേഴ്സ്. ഗവൺമെൻറ് ആൻഡ് അതർ റെഗുലേറ്റേഴ്സ്. അപ്പോൾ ഇവിടെ നമ്മൾ ഗവൺമെൻറ്റാണ് എന്ത് ചെയ്യുന്നത്, എല്ലാ ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങളെ, ഒരു രാജ്യത്ത് നടക്കുന്ന അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ഗവൺമെൻറ്റാണ്. അപ്പോൾ ഗവൺമെൻറ്റിന് അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ അറിയണം. ഇൻഫർമേഷൻ ഓഫ് ദി അലോക്കേഷൻ ഓഫ് റിസർവ്സ്, അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ആൻഡ് കംപ്ലൈൻസ് ടു റെഗുലേഷൻസ്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് നിയമങ്ങളൊക്കെ കൃത്യമായി പാലിക്കുന്നുണ്ടോ. അപ്പോൾ ഓരോ ബിസിനസ്സും പാലിക്കേണ്ട നിയമങ്ങൾ അല്ലേ, ഒരുപാട് നിയമങ്ങളുണ്ട്. നമ്മൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഒരുപാട് നിയമങ്ങൾ. ഇപ്പോൾ കമ്പനിയായി ബന്ധപ്പെട്ട കമ്പനീസ് ആക്ട് ഉണ്ട്, പാർട്ട്ണർഷിപ്പ് ആക്ട് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ അനുസരിച്ചാണ് ഇവർ പ്രവർത്തിക്കുന്നത്. ഇനി അതുപോലെ തന്നെ പല
സാമൂഹ്യപരമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തങ്ങളുണ്ട് അല്ലേ, അതൊക്കെ നിറവേറ്റുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെ ആര് പരിശോധിക്കണം? ഗവൺമെൻറ് പരിശോധിക്കും. അപ്പോൾ ഗവൺമെൻറ് അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് ലഭിക്കണം. അതുപോലെ നമ്മൾ ഗവൺമെൻറ്റിന് ടാക്സ് അടക്കണം, അപ്പോൾ നമ്മൾ GST അടക്കണം. അപ്പോൾ ബിസിനസ്സിൽ ഉണ്ടാകുന്ന സെയിൽസ്, എത്ര സെയിൽസ് ഉണ്ട് അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? GST ഗവൺമെൻറ്റിലേക്ക് അടക്കണം. അതുപോലെ നമുക്ക് വരുമാനം ഉണ്ടായി കഴിഞ്ഞാൽ വി ഹാവ് ടു പേ ഇൻകം ടാക്സ് ടു ദ ഗവൺമെൻറ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്ത് ഗവൺമെൻറ്റിന് അറിയാനുള്ള അവകാശമുണ്ട്. അപ്പോൾ നമുക്ക് എത്രമാത്രം ലാഭം ഉണ്ടായി, എത്രമാത്രം ലാഭം ഉണ്ടായത് കറക്റ്റാണോ, ആ അക്കൗണ്ടുകളൊക്കെ കറക്റ്റാണോ എന്നൊക്കെ പരിശോധിക്കാനുള്ള അവകാശം ആയിരിക്കുന്നുണ്ട് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെ ഗവൺമെൻറ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് അവർക്ക് ലഭിക്കണം. നെക്സ്റ്റ് വൺ ഈസ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഗ്രൂപ്പ്. അതായത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഗ്രൂപ്പ് നമ്മൾ പറഞ്ഞ ബിസിനസ് ഈസ് എ പാർട്ട് ഓഫ് സൊസൈറ്റി. ബിസിനസ് എന്താണ്? സൊസൈറ്റിയുടെ ഭാഗമാണ്, അല്ലാതെ സൊസൈറ്റിയിൽ സെപ്പറേറ്റ് അല്ല. ഈസ് ഓൾസോ എ പാർട്ട് ഓഫ് സൊസൈറ്റി. സോ ഇൻഫർമേഷൻ ഓൺ ദ ഇമ്പാക്റ്റ് ഓഫ് ഓൺ എൻവയോൺമെൻറ്റ് ഇറ്റ്സ് പ്രൊട്ടക്ഷൻ. ഇപ്പോൾ നമ്മളെ അന്തരീക്ഷം, അതായത് നമ്മളെന്ത് ചെയ്യുക, എൻവയോൺമെൻറ്റ്. അപ്പോൾ നമ്മുടെ അന്തരീക്ഷം മലിനീകരണം പോലുള്ള പ്രശ്നങ്ങളുണ്ടാവും. ചില ബിസിനസ് സ്ഥാപനങ്ങൾ, ചില ഫാക്ടറീസ് എന്ത് ചെയ്യും, ചില അന്തരീക്ഷം മലിനീകരണം പോലെ അല്ലെങ്കിൽ സാമൂഹ്യ വിപത്തുകളുണ്ടാവും. അപ്പോൾ അതിനെ എന്ത് ചെയ്യണം? പ്രൊട്ടക്ട് ചെയ്യണം. അപ്പോൾ അത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഗ്രൂപ്പ്സ് അല്ല, പല ഗ്രൂപ്പുകളുണ്ടാവും. സൊസൈറ്റിയുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഗവൺമെൻറ് ആൻഡ് നോൺ ഗവൺമെൻറ് ഏജൻസീസ് ഉണ്ടാവും. അപ്പോൾ അവർക്കും ഇതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് ലഭിക്കണം. നെക്സ്റ്റ് വൺ ഈസ് കോമ്പറ്റീറ്റേഴ്സ്. അപ്പോൾ നമ്മൾ എതിരാളികളുണ്ടാവും അല്ല, എതിരാളികൾക്കും നമ്മളെപ്പറ്റി അറിയാനുള്ള അവകാശമുണ്ട്. അപ്പോൾ നമ്മുടെ സ്ട്രെങ്ത് എന്താണ്, നമ്മുടെ വീക്ക്നെസ് എന്താണ്, ഇതൊക്കെ അവർ പരിശോധിക്കും. അപ്പോൾ നമ്മളും മറ്റുള്ളവരുടെ എന്ത് ചെയ്യും, മറ്റുള്ള കോമ്പറ്റീറ്റേഴ്സിൻ്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും നമ്മളും പരിശോധിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, സ്ട്രാറ്റജീസ്, പുതിയ അഥവാ നയങ്ങൾ, നമ്മൾ എന്ത് ചെയ്യും, പ്ലാനുകൾ തയ്യാറാക്കും അടുത്ത വർഷം. അപ്പോൾ മറ്റു കമ്പനികൾ, പുതിയ കമ്പനികൾ വരുമ്പം നമ്മുടെ അതേ മേഖലയിൽ മറ്റു കമ്പനികൾ വരുമ്പോൾ അവർ പിന്തുടരുന്ന സ്ട്രാറ്റജീസ്, അവരുടെ സ്ട്രെങ്ത്ത്, അവരുടെ കഴിവുകൾ എന്താണ്, അവരുടെ ഡ്രോബാക്സ് എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കി വേണം നമുക്കും മുന്നോട്ട് പോകാൻ.